വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ 2025 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ UK ഇമിഗ്രേഷൻ റൂൾസൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് ഇനി തൊട്ട് ഉള്ള സാലറി ത്രഷോൾഡ് എന്ന് പറയുന്നത് 38,700 പൗണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വർക്ക് വിസ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ചില മീഡിയാസിലും അതുപോലെ തന്നെ ചില യൂട്യൂബ് ചാനലുകളിലും ഞാൻ കണ്ടായിരുന്നു ഇതുപോലെ ഹെൽത്ത് ആൻഡ് കെയർ വർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നേഴ്സുമാരാവട്ടെ, സീനിയർ കെയർ വർക്കറോ അല്ലെങ്കിൽ എല്ലാ ഫീൽഡിലുള്ളവർക്കും ഈ ഒരു സാലറി ത്രഷോൾഡ് ആപ്ലിക്കബിൾ ആണെന്നാണ് ചില യൂട്യൂബ് വീഡിയോസിലും അതുപോലെ തന്നെ ചില ഓൺലൈൻ മീഡിയാസിലൊക്കെ പറഞ്ഞൊരു ഓൺലൈൻ മീഡിയയുടെ ഞാനൊരു ന്യൂസ് ഇപ്പോൾ കാണിച്ചുതരാം നിങ്ങൾക്ക്. സാങ്കേതിക മേഖല, ആരോഗ്യ സംരക്ഷണ മേഖല, എഞ്ചിനീയറിംഗ് എന്നിവയൊക്കെ ഈ പുതിയ നിയമം ബാധിക്കും. പുതിയ നിയമം നഴ്സുമാർക്കും കെയർമാർക്കും ഈ മാനദണ്ഡം പാലിക്കാൻ കഴിയാത്തതിനാൽ UK തൊഴിൽ ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കാം. ഇപ്പോൾ പറയുവാണെങ്കിൽ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിൽ വരുന്നവർക്ക് ഇത് എക്സംഷനാണ്. കാരണം അവർക്ക് ഈ ഒരു സാലറി ത്രഷോൾഡ് ആപ്ലിക്കബിൾ അല്ല. അതുപോലെ ഈ എൻജിനീയേഴ്സ് അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റ്സ്, ടീച്ചേഴ്സ്, ബാക്കി വരുന്ന എല്ലാ സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നവർക്കുമാണ് ഈ ഒരു സാലറി ത്രഷോൾഡ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിൽ വരുന്നവർക്ക് ഇത് എക്സംഷനാണ്. അവർക്ക് ഈ ഒരു സാലറി ത്രഷോൾഡ് ആവശ്യമില്ല. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കിപ്പോൾ ഒരു കെയർ ഹോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും ഒരു ജോബ് ഓഫർ കിട്ടുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 30,000 പൗണ്ട്സോ അല്ലെങ്കിൽ 32,000 34,000 പൗണ്ട്സോ ആണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു സാലറി ത്രഷോൾഡ് ആപ്ലിക്കബിൾ അല്ല. പക്ഷേ ചില മീഡിയാസിലും ചില യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതൊരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസാണ്. ആക്ച്വലി 38,700 പൗണ്ട്സിൻ്റെ സാലറി ത്രഷോൾഡ് ആവശ്യമില്ല ഡിപ്പെൻഡെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. 29,000 സാലറി ത്രഷോൾഡാണ് വേണ്ടത്. അതിപ്പോൾ ഇവിടെ PR കിട്ടിയവരാകട്ടെ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടിയവരാകട്ടെ ആരായാലും തന്നെ ഒരാളെ അല്ലെങ്കിൽ പുറത്തുനിന്ന് മാരേജ് ചെയ്ത് ഒരാളെ കൊണ്ടുവരാനും അതുപോലെ നിങ്ങളുടെ വൈഫിനെയോ ചിൽഡ്രൻസിനെയൊക്കെ ഇവിടെ ഡിപ്പെൻഡൻ്റായിട്ട് കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് മിനിമം 29,000 പൗണ്ട്സ് ഉണ്ടായിരിക്കണം. ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയ്ക്ക് ഈ ഒരു സാലറി ത്രഷോൾഡ് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ 2025 മുതൽ ഒരുപാട് വിസ ചേഞ്ചസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം BRP കാർഡ് മാറിയിട്ട് എല്ലാം ഇലക്ട്രോണിക്കിലേക്ക് മാറാൻ പോവുകയാണ്. ഈ വിസയാണ് ഇനി മുതൽ ആപ്ലിക്കബിൾ ആകുന്നത്. അതുപോലെ തന്നെ അല്പം കൂടെ സ്ട്രിക്റ്റ് ആക്കുകയാണ്. പല പുതിയ ഇമിഗ്രേഷൻ റൂൾസ് എല്ലാം തന്നെ ഇനി വരുന്ന മാസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇമിഗ്രേഷൻ കമ്മിറ്റിയുടെ മുന്നിൽ ഇതിൻ്റെയൊക്കെ തന്നെ റിവ്യൂ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയ നിയമങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു ക്രൈറ്റീരിയ നേഴ്സസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, സീനിയർ കെയർ വർക്കേഴ്സ്, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ്, ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിൽ വരുന്ന ആർക്കും തന്നെ ആപ്ലിക്കബിൾ അല്ല. ഇവിടെ ഇപ്പോൾ നിലവിൽ ഇൻ്റർവ്യൂസ് ഇല്ല. കാരണം അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHS ഹോസ്പിറ്റലുകൾക്ക് ഫണ്ട് കൊടുക്കുന്നില്ല ഇതുവരെയായിട്ടും. അപ്പോൾ ഫണ്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകൾക്കൊന്നും തന്നെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ റിക്രൂട്ട്മെൻറ്റുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാം. ചെറിയ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇപ്പോൾ റെയറായിട്ട് ഏതെങ്കിലും കെയർ ഹോമുകളോ ഹോസ്പിറ്റലുകളോ ഒക്കെ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ നൽകി ഒരു സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് ഓഫർ തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാം. നിങ്ങൾ ഈ ഒരു 38,700 സാലറി ത്രഷോൾഡ് ഒരിക്കലും വരത്തില്ല. കാരണം നമ്മൾ എക്സ്ക്ലൂഡഡ് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും തന്നെ ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. ഒരു അപ്ഡേറ്റ് UK ഗവൺമെൻറ് സൈഡിൽ നിന്നൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ NHS ഫണ്ട് അനുവദിച്ചിട്ടുള്ള ഹോസ്പിറ്റലുകൾക്കൊന്നും തന്നെ അതുപോലെ ഓവർസീസ് നേഴ്സസിനെ കൊണ്ടുവരാനുള്ള പ്ലാനുകൾ വലിയ രീതിയിൽ ഇപ്പോൾ നടക്കുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും എന്തെങ്കിലുമൊക്കെ റിക്രൂട്ട്മെൻറ്റുകൾ തുടങ്ങാനൊക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കെയർ ഹോമുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലോ അങ്ങനെയൊക്കെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. പിന്നെ ചില നേഴ്സുമാരൊക്കെ ഇവിടെ വന്നിട്ട് പിൻ നമ്പർ എടുത്ത്, അപ്പോൾ ഓസ്കി ഇവിടെ വന്ന് എഴുതി പിൻ നമ്പർ എടുത്ത കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെയധികം ചിലവേറിയ മറ്റൊരു രീതി കൂടെയാണ്. പക്ഷേ അത് സാധാരണക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അതെനിക്കറിയാം. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസയിലൊക്കെ നിന്ന് OET ഒക്കെ എഴുതി നിങ്ങൾക്കൊരു പിൻ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഹോസ്പിറ്റലുകൾക്ക് ജോലി കിട്ടും. കാരണം സ്പോൺസർഷിപ്പ് ഇവിടെ ഉള്ളവർക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഓവർസീസ് നേഴ്സസിനെയാണ് സ്പോൺസർഷിപ്പ് കൊണ്ടുവരാത്തത്. നമുക്കിപ്പോൾ ട്രാക്ക് ജോബ് വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നമുക്ക് മിക്കയിടത്തും കാണാൻ പറ്റും സർട്ടിഫിക്കറ്റ് സ്പോൺസർഷിപ്പ് അവർ കൊടുക്കുന്നുണ്ടെന്ന്. പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ അത് ഇവിടെ UK ഉള്ളവർക്ക് മാത്രമാണ് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു വർക്ക് വിസ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻറ്റ് വിസയിൽ നിൽക്കുന്നവർക്ക് സ്പോൺസർഷിപ്പ് അവർ കൊടുക്കും. അല്ലാണ്ട് ഓവർസീസ് നേഴ്സസിനല്ല അവർ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. നമുക്കപ്പോൾ പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. See you on next video.